ടീച്ചറിന് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട്. ചില നേരത്ത് നിന്റെ സംസാരം കേട്ട ജീവിതത്തിൽ ഇനി ഒന്നും ബാക്കിയില്ലെന്ന് തോന്നും. അത് കേൾക്കുമ്പോ അമ്മയ്ക്ക് എന്ത് വിഷമമാണെന്നറിയോ? എന്താ അമ്മേന് ജീവിതത്തിൽ ബാക്കിയുള്ളത്? അതൊന്ന് പറഞ്ഞു തരൂ. നമുക്കുള്ള വിധി എഴുതുന്നത് നമ്മളല്ലല്ലോ. അത് ജീവിതത്തിലേക്ക് അടുത്ത് വരികയാണെങ്കിലും. അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? മംഗളകാര്യങ്ങൾ അത്തരം ഒരു ചിന്തയും എനിക്കില്ല. ജീവിച്ചു പോണം, ആദ്യമോനെ വളർത്തണം, അത്രേ ഉള്ളൂ. പക്ഷേ എനിക്ക് നിന്റെ കാര്യത്തിൽ സ്വപ്നങ്ങൾ ഇനിയും ബാക്കിയുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്ന സന്തോഷത്തോടെ നീ ഇനിയും ജീവിക്കുന്നത് എനിക്ക് കാണണം. എനിക്ക് ഉറപ്പാണ് നിന്റെ ജീവിതത്തിൽ ഒരു മംഗളകാര്യം നടക്കാനുള്ള സമയമായി. അമ്മ പറഞ്ഞിട്ട് കാര്യമില്ല. സ്വപ്നങ്ങള് ഇപ്പൊ അല്പം കൂടുതലാ. അമ്മ എന്താ പറഞ്ഞത്? അയാൾ നല്ലവനാണെന്നല്ലേ? നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം വന്നാ ഓടിച്ചെന്ന് പറയാനുള്ള ആളാണെന്നല്ലേ? ക്രിമിനലാ. അച്ഛനും അതെ, മോളും അതെ. ഞാനിങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് അച്ഛനും മോൾക്കും വല്ലാതെ അങ്ങ് സുഖിച്ചു. അത് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. അതിനുള്ള വഴി എന്താന്ന് എനിക്കറിയാം. അതങ്ങ് വിട്ടുകള മോളെ. ഇതിനൊക്കെ എന്ത് പ്രതികാരം ചെയ്യാനാ? അമ്മയോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു പെൺകുട്ടിയുടെ ദേഹത്ത് മഞ്ഞൾ വെള്ളം വീഴുന്നത് ശുഭകാര്യമാണെന്ന് പറയാ. ഇന്ന് നാളെ മുളക് വെള്ളം കലക്കി ഒഴിക്കാൻ പറ. അത് അതിനേക്കാളും ശുഭകാര്യമായിരിക്കും. നീ ഇങ്ങനെ ദേഷ്യപ്പെടാതെ. ഇപ്പൊ ഈ സംഭവിച്ചത് ശുഭകാര്യത്തിന്റെ തുടക്കം തന്നെയായിരിക്കും. ഒരുപക്ഷെ നിനക്കൊരു നല്ല ജീവിതം ഉണ്ടാവുന്നതിന്റെ സൂചന. അമ്മ എന്താ ഉദ്ദേശിക്കുന്ന? ചിലപ്പോ നിനക്കൊരു മംഗല്യ ഭാഗ്യം ഉണ്ടെങ്കിലോ? അതിന് മരിച്ചു പോയ എന്റെ ഭർത്താവ് തിരിച്ചു വരണ്ടേ? മരിച്ചിട്ടില്ലല്ലോ. അമ്മ എന്താ പറഞ്ഞ? നമ്മുടെ മനസ്സിൽ മരിക്കാത്ത ഓർമ്മയായിട്ട് കിടക്കുന്നുണ്ടല്ലോ. ആ ഉണ്ടല്ലോ. ആ ഓർമ്മയിൽ ജീവിക്കുമ്പോ പിന്നെ എന്തിനാ വേറെ മോഹങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നത്? എനിക്കൊരു മംഗള കാര്യങ്ങളും അമ്മ ചിന്തിക്കണ്ട. മംഗല്യത്തെ കുറിച്ച് അമ്മ ചിന്തിക്കണ്ട. നിന്റെ ഭർത്താവ് ജീവനോടെ ഉണ്ട്. പക്ഷേ നിന്റെ ജീവിതം ഇനി അവൻ തകർക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ നിന്നെ ഇനി ഓർക്കണ്ട, നിന്നെ ഇനി കാണുന്നുണ്ട്. ഇതെന്റെ തീരുമാനമാണ്. മഞ്ഞൾ കലക്കിയല്ലേ ഒഴിച്ചത്, അല്ലാതെ മണ്ണെണ്ണയൊന്നും അല്ലല്ലോ. വലിഞ്ഞ് കയറി വന്ന് താമസിക്കുന്നവർ അതൊക്കെ സഹിക്കേണ്ടി വരും. ആരാ വലിഞ്ഞേറി താമസിക്കുന്നേ? അവര് മര്യാദക്ക് വാടക തരുന്നില്ലേ? അഡ്വാൻസ് തന്നിട്ടില്ലേ? അത് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ. പാതിരാ കച്ചവടം നടത്തിയതല്ലേ അമ്മാവൻ അവരും കൂടി. എന്റെ മോളുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരായാലും ഞാൻ ദ്രോഹിക്കും. ഇനിയും ദ്രോഹിക്കും. എന്റെ അച്ഛനോട് കളി.
ആ അച്ഛന് ദേഷ്യം വന്നാലേ അവരെ രണ്ടുപേരെയും പറപ്പിച്ചു കളയും. എടി കാന്താരി, കത്തുന്ന തീയില് നീ വീണ്ടും എണ്ണ ഒഴിക്കുകയാണോ? മോളെ, ഈ മഞ്ഞൾ വെള്ളം ദേഹത്ത് വീണപ്പോ നിന്റെ പത്മ ടീച്ചർ എന്താ പറഞ്ഞത്? അച്ഛനും മോളും കൂടെ കരുതിക്കൂട്ടി ചെയ്തതാണല്ലേ. കാണിച്ചുതരാം രണ്ടിനെ ഞാൻ. ഒരാള് വെല്ലുവിളിച്ചാൽ അത് നമ്മൾ വിട്ടുകൊടുക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല അച്ഛാ. ആ, എന്നാ പിന്നെ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് ടീച്ചർ അമ്മയ്ക്കിട്ടൊരു പണി കൂടെ കൊടുത്താലോ? മഞ്ഞൾ വെള്ളത്തിന്റെ ബാക്കിയില്ലേ? അതെ, ഈ മഞ്ഞൾ വെള്ളത്തിന്റെ ബാക്കി നടന്നേ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഒരു പെൺകുട്ടിയുടെ ദേഹത്തോട്ടെ മഞ്ഞൾ വെള്ളം ഒഴിക്കുന്നതിന്റെ അതിന്റെ അർത്ഥം അവൻ അവൾക്ക് വരനാകാൻ പോകുന്ന.